ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ അവയെല്ലാം മറികടന്ന് മുന്നോട്ടു പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചില സാഹചര്യങ്ങളിൽ പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് വലിയൊരു വേദനയായി നമുക്ക് തോന്നാം. എങ്കിലും ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് വലിയ വലിയ വിജയങ്ങളാണ്. ഇന്നത്തെ നിമിഷങ്ങളിൽ തളർന്നു പോകാതെ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ ജീവിക്കുക. മനസ്സിന് എത്രത്തോളം ഭാരമുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം നിങ്ങളെ ശക്തരാക്കാൻ മാത്രമുള്ളതാണ്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ ഒരിക്കലും വീണുടഞ്ഞു പോകരുത് നീ. പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ എപ്പോഴും ഒരു പുതിയ തുടക്കം ആവശ്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കൊടുവിൽ നല്ലൊരു പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. പഴയകാല വേദനകൾക്ക് മേൽ പുതിയ വിജയങ്ങളുടെ കൊടി നാട്ടാൻ നിങ്ങൾക്ക് സാധിക്കണം. അടിയുറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം വഴിമാറിത്തരും. നിങ്ങളുടെ കഠിനാധ്വാനവും പരിശ്രമവും ഒരിക്കലും വെറുതെയാകില്ലെന്ന് തിരിച്ചറിയണം. ഇരുണ്ട രാത്രിക്ക് ശേഷം വരുന്ന പ്രഭാതം പോലെ നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു കാലം വരും. ആരെങ്കിലും നിങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കരുത്. മനസ്സിൻ്റെ ദൃഢനിശ്ചയമാണ് ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. ആ ആയുധം എന്നും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെയാണ് പുറത്തെടുക്കുന്നത്. നിങ്ങൾ തോൽവികളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഭാവിയിലെ വിജയത്തിലേക്കുള്ള വഴികാട്ടികളായി മാറണം. ഇന്നത്തെ ചെറിയൊരു വിട്ടുവീഴ്ച നാളെയുടെ വലിയൊരു സന്തോഷത്തിന് കാരണമാവും. അതുകൊണ്ട് ആരും നിങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും നിങ്ങൾക്കായി എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്കായി സംസാരിക്കണം. നിങ്ങൾക്ക് വേണ്ടി പോരാടണം. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളെയും തടയാനാവില്ല. നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ അതിനായുള്ള ത്യാഗങ്ങളും വലുതായിരിക്കണം. ഭയത്തെ തോൽപ്പിച്ച് മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിയും നിങ്ങളെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കും. പഴയതെല്ലാം ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സമയം നിങ്ങളുടെ ഭാവിയെ ഒന്ന് ഓർത്തു നോക്കിക്കേ. അതിനാൽ ആ പഴയ അധ്യായങ്ങൾ അടച്ചുപൂട്ടി പുതിയൊരു പേജ് എഴുതി തുടങ്ങുക. ആ മാറ്റം തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനമുണ്ടല്ലോ, അതെത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കുക അസാധ്യം. നിങ്ങളുടെ ജീവിതത്തിലെ നായകൻ നിങ്ങൾ തന്നെയാകണം. ആ റോൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവാക്കി വെച്ചാൽ ചുറ്റുമുള്ള ലോകവും അതുപോലെ മാറും. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കൽ പോലും ചോർന്നു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മുന്നോട്ട് ധൈര്യപൂർവ്വം നീങ്ങാനുമുള്ള അവസരങ്ങളാക്കി മാറ്റണം നിങ്ങൾ. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് പിന്നീട് വലിയ ആളുകളായി മാറുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടങ്ങുന്ന അപാരമായ ശക്തിയെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ശക്തിക്ക് മുന്നിൽ ലോകത്തിലെ ഏത് പ്രതിസന്ധിയും നിസ്സാരമായി തോന്നും. ഭൂതകാലം നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെ ഓർക്കുക. എന്നാൽ അതിൽ തന്നെ ജീവിക്കാതിരിക്കുക. നാളത്തെ നല്ലൊരു ദിവസത്തിനായി ഇന്നത്തെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ഉപയോഗിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജങ്ങളെല്ലാം അകറ്റി നിർത്തി മുന്നോട്ടു പോകുവാൻ എത്രമാത്രം നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്? സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്കും സാധിക്കുമെന്നേ. അതിനായുള്ള ആദ്യത്തെ ചുവടുവയ്പ് ഇന്ന് തന്നെയാകട്ടെ. ഇന്ന് നാളേക്ക് നീട്ടിവെക്കരുത്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും.
മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആരെങ്കിലും കൈവിട്ടുപോയാൽ അവിടെ നിങ്ങളുടെ ലോകവും അവസാനിച്ചുവെന്ന് കരുതരുത്. പുതിയ പുതിയ സൗഹൃദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പുതിയ സൗഹൃദങ്ങളും പുതിയ ലക്ഷ്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നേ. ഭൂതകാലത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രനാകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം അനുഭവിച്ചറിയാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് നടക്കണം. നടന്നേ മതിയാവൂ. നിങ്ങളുടെ വിജയഗാഥ ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു കാലം വരും. അത് അധികം വിദൂരത്തല്ല എന്ന് മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളുക. അതുവരെയുള്ള ഈ യാത്രയിൽ ക്ഷമയോടും ആത്മവിശ്വാസത്തോടും കൂടി നിലകൊള്ളുക. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ പർവ്വതം പോലെ അങ്ങ് ഉറച്ചു നിന്നേക്കണം. നിങ്ങളുടെ ചിരിയും സന്തോഷവും ആർക്കും മോഷ്ടിക്കാൻ അനുവാദം നൽകരുത്. ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാനാവാത്തതായി യാതൊന്നുമില്ലെന്ന് സ്വയം വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെടുക്കുന്ന ഏത് ബുദ്ധിമുട്ടേറിയ തീരുമാനവും ജീവിതത്തിലെ മികച്ച തീരുമാനമായി മാറും. എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നേ. മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തുക. ശരീരം കൊണ്ട് അല്പം അധ്വാനിക്കാൻ ശ്രമിക്കുക. ഏത് പ്രതിസന്ധിയിലും ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനിയും എനിക്ക് മുന്നോട്ട് നീങ്ങണം, അല്പം കൂടി മുന്നോട്ട് നീങ്ങണം, ഇനിയും വിജയിച്ചു കയറണം, മറ്റുള്ളവരുടെ ഒപ്പം എത്തണം, അതിനുമപ്പുറം പോകണം. ഞാൻ പ്രതീക്ഷിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുവോളം എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ തച്ചുടയ്ക്കില്ല, മറ്റുള്ളവർ അത് തച്ചുടയ്ക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് 1000 വട്ടം ഉരുവിട്ടാലും മതിയാകില്ല എന്ന ചിന്തയോടുകൂടി തന്നെ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുക. ഇന്ന് എന്നൊരു ദിവസം നിൻ്റെ കയ്യിലുള്ളപ്പോൾ ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം പൊരുതാൻ നിനക്കൊരിന്നുണ്ട്. ഇന്നലെ നീ എന്തോ ആയിരുന്നു കൊള്ളട്ടെ, പക്ഷേ ഇന്ന് നിൻ്റെ കയ്യിലുണ്ട്. പൊരുതുക. വിഷമങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം തന്നവരെ അങ്ങ് മറന്നേക്കുക. അവരിലൂടെ കടന്നു വരുന്ന വേദനകൾ ഇനി നിന്നെ തളർത്തരുത്. അതെല്ലാം നിൻ്റെ ഊർജമായി മാറട്ടെ. ആ ഊർജം കൊണ്ട് നീ നടക്കുക, ഓടുക, പറ്റുമെങ്കിൽ പറക്കുക നിൻ്റെ ലക്ഷ്യത്തിലേക്ക്, നിൻ്റെ സ്വപ്നവും വേണ്ടി. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മെ തളർത്തുന്ന അനുഭവങ്ങളുണ്ടാകാം. എന്നാൽ അവയെല്ലാം മറികടന്ന് മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചില സാഹചര്യങ്ങളിൽ പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് വലിയൊരു വേദനയായി നമുക്ക് തോന്നാം. എങ്കിലും ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്യുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് വലിയ വലിയ വിജയങ്ങളാണ്. ഇന്നത്തെ നിമിഷങ്ങളിൽ തളർന്നു പോകാതെ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയോടെ ജീവിക്കുക. മനസ്സിന് എത്രത്തോളം ഭാരമുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം നിങ്ങളെ ശക്തരാക്കാൻ മാത്രമുള്ളതാണ്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ ഒരിക്കലും വീണുടഞ്ഞു പോകരുത് നീ. പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ എപ്പോഴും ഒരു പുതിയ തുടക്കം ആവശ്യമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കൊടുവിൽ നല്ലൊരു പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. പഴയകാല വേദനകൾക്ക് മേൽ പുതിയ വിജയങ്ങളുടെ കൊടി നാട്ടാൻ നിങ്ങൾക്ക് സാധിക്കണം. അടിയുറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം വഴിമാറിത്തരും. നിങ്ങളുടെ കഠിനാധ്വാനവും പരിശ്രമവും ഒരിക്കലും വെറുതെയാകില്ലെന്ന് തിരിച്ചറിയണം. ഇരുണ്ട രാത്രിക്ക് ശേഷം വരുന്ന പ്രഭാതം പോലെ നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു കാലം വരും. ആരെങ്കിലും നിങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കരുത്. മനസ്സിൻ്റെ ദൃഢനിശ്ചയമാണ് ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. ആ ആയുധം എന്നും എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിയും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെയാണ് പുറത്തെടുക്കുന്നത്. നിങ്ങൾ തോൽവികളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഭാവിയിലെ വിജയത്തിലേക്കുള്ള വഴികാട്ടികളായി മാറണം.
ഇന്നത്തെ ചെറിയൊരു വിട്ടുവീഴ്ച നാളെയുടെ വലിയൊരു സന്തോഷത്തിന് കാരണമാവും. അതുകൊണ്ട് ആരും നിങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി എഴുന്നേറ്റ് നിൽക്കണം, നിങ്ങൾക്കായി സംസാരിക്കണം, നിങ്ങൾക്ക് വേണ്ടി പോരാടണം. സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളെയും തടയാനാവില്ല. നിങ്ങളുടെ ലക്ഷ്യം വളരെ വലുതാണെങ്കിൽ അതിനായുള്ള ത്യാഗങ്ങളും വലുതായിരിക്കണം. ഭയത്തെ തോൽപ്പിച്ച് മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിയും നിങ്ങളെ വിജയത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. പഴയതെല്ലാം ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സമയം നിങ്ങളുടെ ഭാവിയെ ഒന്ന് ഓർത്തു നോക്കിക്കേ. അതിനാൽ ആ പഴയ അധ്യായങ്ങൾ അടച്ചുപൂട്ടി പുതിയൊരു പേജ് എഴുതി തുടങ്ങുക. ആ മാറ്റം തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനമുണ്ടല്ലോ, അതെത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കുക അസാധ്യം. നിങ്ങളുടെ ജീവിതത്തിലെ നായകൻ നിങ്ങൾ തന്നെയാകണം. ആ റോൾ മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവാക്കി വെച്ചാൽ ചുറ്റുമുള്ള ലോകവും അതുപോലെ മാറും. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കൽ പോലും ചോർന്നു പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും മുന്നോട്ട് ധൈര്യപൂർവ്വം നീങ്ങാനുമുള്ള അവസരങ്ങളാക്കി മാറ്റണം നിങ്ങൾ. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് പിന്നീട് വലിയ ആളുകളായി മാറുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ ശക്തിയെ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ശക്തിക്ക് മുന്നിൽ ലോകത്തിലെ ഏത് പ്രതിസന്ധിയും നിസ്സാരമായി തോന്നും. ഭൂതകാലം നിങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെ ഓർക്കുക, എന്നാൽ അതിൽ തന്നെ ജീവിക്കാതിരിക്കുക. നാളത്തെ നല്ലൊരു ദിവസത്തിനായി ഇന്നത്തെ ഓരോ നിമിഷവും സന്തോഷത്തോടെ ഉപയോഗിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജങ്ങളെല്ലാം അകറ്റി നിർത്തി മുന്നോട്ട് പോകുവാൻ എത്രമാത്രം നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്? സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്കും സാധിക്കുമെന്നേ. അതിനായുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ഇന്ന് തന്നെയാകട്ടെ. ഇന്ന്, നാളേക്ക് നീട്ടിവെക്കരുത്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. മറ്റൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധമുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആരെങ്കിലും കൈവിട്ടുപോയാൽ അവിടെ നിങ്ങളുടെ ലോകവും അവസാനിച്ചുവെന്ന് കരുതരുത്. പുതിയ പുതിയ സൗഹൃദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പുതിയ സൗഹൃദങ്ങളും പുതിയ ലക്ഷ്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നേ. ഭൂതകാലത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രനാകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങുന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം അനുഭവിച്ചറിയാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് നടക്കണം. നടന്നേ മതിയാവൂ. നിങ്ങളുടെ വിജയഗാഥ ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു കാലം വരും. അത് അധികം വിദൂരത്തല്ല എന്ന് മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളുക. അതുവരെയുള്ള ഈ യാത്രയിൽ ക്ഷമയോടും ആത്മവിശ്വാസത്തോടും കൂടി നിലകൊള്ളുക. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ പർവ്വതം പോലെ അങ്ങ് ഉറച്ചു നിന്നേക്കണം. നിങ്ങളുടെ ചിരിയും സന്തോഷവും ആർക്കും മോഷ്ടിക്കാൻ അനുവാദം നൽകരുത്. ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാനാവാത്തതായി യാതൊന്നുമില്ലെന്ന് സ്വയം വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെടുക്കുന്ന ഏത് ബുദ്ധിമുട്ടേറിയ തീരുമാനവും ജീവിതത്തിലെ മികച്ച തീരുമാനമായി മാറും. എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നേ. മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തുക. ശരീരം കൊണ്ട് അല്പം അധ്വാനിക്കാൻ ശ്രമിക്കുക. ഏത് പ്രതിസന്ധിയിലും ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇനിയും എനിക്ക് മുന്നോട്ട് നീങ്ങണം, അല്പം കൂടി മുന്നോട്ട് നീങ്ങണം, ഇനിയും വിജയിച്ചു കയറണം, മറ്റുള്ളവരുടെ ഒപ്പം എത്തണം, അതിനുമപ്പുറം പോകണം. ഞാൻ പ്രതീക്ഷിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുവോളം എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ തച്ചുടയ്ക്കില്ല.